예수님의
സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ. മടങ്ങി പോകുമ്പോൾ ദൈവത്തിന്റെ നിറവിനാൽ മടങ്ങി പോകുമ്പോൾ ദൈവം സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. എല്ലാ മഹത്വവും കർത്താവിനിരിക്കട്ടെ. യേശുവിനാമം തന്നെ. Let's have the kids come forward and we'll do the verses. I will remain confident of this. I will see the goodness of the Lord in the land of the living. Psalms 27 verse 30. I will remain confident in this. I will see the goodness of the Lord in the land of the living. Psalms 27 verse 13. I will remain confident of this, that I will see the goodness of the Lord in the land of the living. Psalms 37 verse 15. Psalm 27 verse 30. I will remain confident of this. I will see the goodness of the Lord in the land of the living. Psalm 27 verse 13. I will remain confident of this, that I will see the goodness of the Lord in the land of the living. I remain confident of this, that I will see the goodness of the Lord in the land of the living. Psalm 27 verse 13. I will remain confident in this, that I will see the goodness of the Lord in the land of the living. 1,000 before your sight, 10,000 before your right side, and you will not come near you. Praising the Lord, you resist. I remain confident of this. I will see the goodness of the Lord in the land of the living. In the beginning, the Lord created the heaven and the earth. I will remain confident of this. I will see the goodness of the Lord in the land of the living. Psalms 27 verse 1 After this promise, I believe that I will see the goodness of the Lord in the land of the living. Psalms 27 verse 13. For I will remain confident and see the goodness of the Lord in the land of the living. All right, guys. We'll have any birthdays this week? No? Okay. Have a seat.
I know that we have our kids program today, so we don't have a lot of time. We don't have any time for testimony. Any prayer request that's urgent? Any prayer requests for anyone that's urgent? If not, I'm going to request Babu Uncle to pray for the kids. There are some other college students who are starting college tomorrow. I know we prayed for the college students last week, but there are some who are starting college tomorrow. Also, pray for the people that have pain and everything in their bodies that we've been praying for, and pray for our church, and pray for the young people as well. Thank you. Praise you, Jesus. ഈ ആഴ്ച ഒന്നാം ദിവസം വ്യത്യാസമയത്ത് ഞങ്ങൾ ശരിയായിരുന്നതിന് വളരെ സഹായിച്ചതിന് സ്തോത്രം ചെയ്യുന്നു. ഈ ആരാധിക്കുവാനുമായ ഈ അവസരത്തിലായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ കേട്ടതായ വചനങ്ങളെ ഞങ്ങളുടെ സ്ഥിതിയിൽ സമർപ്പിച്ച പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങളുടെ സ്ഥിതിയിൽ സമർപ്പിച്ച പ്രാർത്ഥിക്കുന്നു. ദൈവമേ സ്തോത്രം ചെയ്ത് സ്കൂള് തുടർന്നുമായി ഈ അവസരത്തിൽ കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് കടന്നു പോകുന്നു. ദൈവമേ അവരുടെ ഭാവിക്കുന്നത് വലിയ അനുഗ്രഹമായി മാറുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ അവരെ ദേശത്തേക്ക് കടന്നു വന്ന് കർത്താവെ ഇവിടെ ആയിരിക്കുന്നത് കർത്താവെ ഭാവിയെ അങ്ങയുടെ നാമത്തിൽ കർത്താവെ കർത്താവെ ദൈവത്തിന് മനുഷ്യന് പ്രയോജനമുള്ളവരായി തീരുവാൻ ദൈവം ഉന്നതരായി തീരുവാൻ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുവാൻ അത്ഭുതകരമായി ദൈവയോട് പ്രവർത്തിക്കണമെന്ന് അപേക്ഷിക്കുന്നു. എല്ലാ കുഞ്ഞുങ്ങളെയും അങ്ങനെ സമീപ പ്രാർത്ഥിക്കുന്നു. കോളേജ് പോകുന്ന കർത്താവെ നാളെ മറ്റ് എല്ലാവരും ഭാവി സ്കൂൾ കോളേജിലേക്ക് നിർവഹിക്കുന്നത് അവസരത്തിൽ വിദ്യാഭ്യാസം വഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഭാവിയെ വഹിച്ച് പ്രാർത്ഥിക്കുന്നു. അതൊരു വലിയ അനുഗ്രഹമായി മാറുവാൻ ഇടയാണ്. കുടുംബത്തെ വഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഭാവി എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് സ്റ്റഡീസിന് വേണ്ടിയിട്ട് കടന്നു പോകുന്നത് അത് വലിയ അനുഗ്രഹമായി തീരുവാൻ ദൈവകൃപയായി മാറുവാൻ ഭാവിയുടെ നാമോട് ബോധപ്പെടുവാൻ ഇടയാണെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദൈവം സ്തോത്രം ചെയ്യുന്നത് കുഞ്ഞുങ്ങളെല്ലാവരെയും വഹിച്ച് പ്രാർത്ഥിക്കുന്നു. സഭയെ വഹിച്ച് പ്രാർത്ഥിക്കുന്നു. ശ്രമിച്ചതില്ലാതിരിക്കുന്നവരെ വഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം സ്തോത്രം ചെയ്യുന്നത് എല്ലാവരെയും അതിൻ്റെ ശരീരത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സൗഖ്യം കൊടുക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു. കാൽവരി ചൊരിഞ്ഞ പുണ്യാഹ രക്തം കളിച്ചവരെ സൗഖ്യമാക്കണമെന്ന് അപേക്ഷിക്കുന്നത് സ്തോത്രം ചെയ്യുന്നത്. സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം ചെയ്യുന്നു. സഭയുടെ അതിനുള്ള പുസ്തകമാക്കണം സംസാരിക്കുന്ന ആളെയും കുടുംബത്തെയും അനുഗ്രഹിക്കണമെന്ന് അപേക്ഷിക്കുന്നത്. വചനത്തെ അനുഗ്രഹിക്കണം. സഹായിക്കണം അപേക്ഷിച്ച് യേശു. Amen. Thank you, Jesus. Hallelujah. We have our kids program, so I'm going to take, but I still want to finish my the message that I was talking about earlier about the night. So you're going to have to bear with me a little bit more because I want to finish that topic. So the verse that we read this morning was from Psalm 119, verse 55. I remember your name in the night. Then we talked about the night experiences, which are about our time of darkness in our life. When we remember the name of the Lord, who alone can save us. നമ്മളെ രക്ഷിക്കുവാൻ കഴിയുന്ന ആ ദൈവം, സാഹചര്യങ്ങളുടെ മധ്യത്തിൽ നമ്മളെ രക്ഷിക്കുവാൻ കഴിയുന്ന ദൈവം. We talked about Daniel, who faced the night like no other. ആർക്കും കടന്നു പോകുവാൻ കഴിയാത്ത രാത്രി ദാനിയേലിന് കടന്നു പോകാനിടയായിത്തീർന്നു. ഒരു ഭയാനകമായ രാത്രി, a fearful night, a night filled with lions. And lions that could hurt him. But we know that the angel of the Lord descended and closed the mouth of the lions. So dear children of God, God turns our night into something that is different. We are not going to be torn apart by the lions. സിംഹങ്ങൾ നമ്മളെ കടിച്ചു കീറുന്ന രാത്രി അല്ല. For the children of God, it is a time when we see the angel of the Lord descend. ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വരുന്ന രാത്രിയായി. For Paul and Silas, പൗലോസിനും സീലാസിനും അവരുടെ വേദനയുടെ രാത്രി അവർ ആരാധിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവദൂതൻ ഇറങ്ങി വന്നു അവരുടെ ചെങ്ങലകളെ അഴിച്ചു. The angel of the Lord descended down and unfastened the chains of Paul and Silas, opened the doors of that prison, shaken the whole place around because they were worshiping and praying. They were singing songs unto the Lord God. Dear children of God, the night experiences in our life,
നമ്മുടെ ജീവിതത്തിന്റെ രാത്രികളെ ആരാധനയിൽ നമുക്ക് ദൂതന്മാരുമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിട്ട് മാറ്റി തീർക്കാം. We can change that experience of the night into something supernatural. Hallelujah. Praise the Lord. But I want to talk about something that's a little different, is that Daniel had a different experience in the night. When he faced the lion, it doesn't say, if you go to Daniel chapter 6, you read from Daniel chapter 6, it never says that Daniel was afraid when he was in the lion's den. It never says that. I was just reading that part just now while I was sitting there after I had spoken about it. It doesn't say that Daniel was afraid of the lion. Daniel ആ സിംഹങ്ങളെ അവന്റെ ആ രാത്രിയിൽ അവൻ പേടിച്ചു ഭയപ്പെട്ടത് എഴുതിയിട്ടില്ല. But I was just thinking that he may have been afraid. അവൻ പേടിച്ചിരിക്കും എന്ന് ഞാൻ എന്ത് ചെയ്യുകയാണ്? I was assuming that he was afraid. But the Bible doesn't say that. But there was a night that Daniel faced where he felt afraid. And I'm gonna talk about that night. It is actually in the next chapter. Daniel faced the lions in chapter 6 of the book of Daniel. ദാനിയേലിന്റെ 6-ാം അധ്യായത്തിൽ ദാനിയേൽ സിംഹങ്ങളെ കണ്ടു. Okay? And the next night it says in chapter 7, it says, I saw, chapter 7 verse 2, I saw in my vision by night. So here Daniel is about to see a vision in the night. And as we keep reading on this, the vision, verse 15 says, my spirit was filled within me, was anxious, and the visions of my head alarmed me. Daniel എന്ന ഞാനോ എൻ്റെ ഉള്ളിൽ മനസ്സ് വ്യസനിച്ചു, എനിക്കുണ്ടായ ദർശനങ്ങളാൽ ഞാൻ പരവശനായി. So what is this vision that made Daniel scared, alarmed? Because this is what it is in verse 9. And this is a wonderful experience, dear children of God. So I'm in the middle of the night. Daniel, who faced the lions in the middle of the night. Daniel, who faced betrayal in the middle of the night. Here he is having another night. In that time, it says in verse 9, as I looked, thrones were placed, and the Ancient of Days took his seat. His clothing was white as snow, and the hair of his head like pure wool. His throne was fiery flames. Its wheels were burning fire. ഞാൻ നോക്കിയിരിക്കെ അവർ ന്യായാസനങ്ങളെ വെച്ചു. വയോധികനായ ഒരുത്തൻ ഇരുന്നു. അവന്റെ വസ്ത്രം ഹിമം പോലെ വെളുത്തതും അവന്റെ തലമുടി നിർമ്മലമായ ആട്ടുരോമം പോലെയും. അവന്റെ സിംഹാസനം അഗ്നിജ്വാലയും അവന്റെ രഥചക്രങ്ങൾ കത്തുന്ന തീയുമായിരുന്നു. Here in the middle of the night, Daniel is seeing a vision of Almighty God Himself, dear children of God. If you are facing difficult nights in your life, remember that the angel of the Lord will descend and protect you. ദൈവദൂതൻ നിങ്ങളെ സഹായിക്കും. എന്നാൽ അതിനപ്പുറമായ ഒരു നിലവാരത്തിൽ ദൈവത്തെ തന്നെ കാണുവാൻ, to see visions of Jesus, യേശുവിനെ കാണുവാൻ, ആ രാത്രികൾ നിങ്ങളെ യേശുവിന്റെ അടുക്കിലേക്ക് നയിക്കും. The nights of sorrow will lead you to Jesus Himself, just like Daniel saw visions of Jesus. Why is it significant that a man like Daniel be given visions of heaven? സ്വർഗ്ഗ കാര്യങ്ങളെ കാണുവാൻ ഈ ചെറിയ മനുഷ്യനായ ദാനിയേലിന് ദൈവം അവസരം കൊടുത്തത് എന്താണ്? Because God valued him. ദൈവം അവനെ വലിയവനായി കണ്ടു. God loved Daniel. ദൈവം അവനെ സ്നേഹിച്ചു. അവനെ ആ ഭയാനകമായ രാത്രിയിൽ നിന്നും ദാനിയേലിന് വേറെ ഒരു ദർശനം കൊടുത്തു. He gave him another vision of the night. In verse 13 it says, I saw in the night vision. രാത്രി ദർശനങ്ങളിൽ Daniel saw visions of the Almighty God, visions of greatness, things that no man has ever seen. അന്നുവരെ ആരും കാണാത്ത രീതിയിലുള്ള രാത്രി ദർശനങ്ങളെ ദൈവം ദാനിയേലിന് നൽകി. Dear children of God, for spiritual people like us, ആത്മീയ മനുഷ്യരായ നമുക്ക് ഇത് വായിക്കുമ്പോൾ അറിയണം, നമ്മുടെ ദൈവം നമ്മളെ കാണിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഈ ലോകത്തിലെ കാര്യങ്ങൾ മാത്രമല്ല. Our God is not just showing us
things of this world. He wants us to see visions of heaven, things that these people of this world will never understand. ഈ ലോക ജനങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയാത്ത രീതിയിലെ അനുഭവങ്ങൾ ആണ് ദൈവത്തിന് നമ്മളെ കാണിക്കുവാൻ ആഗ്രഹിക്കുന്നത്. And it says in verse 13, I saw in the night visions, and behold, with the clouds of heaven there came one like a son of man, and he came to the Ancient of Days and was presented before him. രാത്രി ദർശനങ്ങളിൽ മനുഷ്യപുത്രനോട് സദൃശ്യനായ ഒരുത്തൻ ആകാശമേഘങ്ങളിൽ വരുന്നത് കണ്ടു. അവൻ വയോധികന്റെ അടുക്കൽ ചെന്നു. Verse 14, and it said to him, and to him was given dominion and glory and kingdom, that all people, nations and language should serve him. His dominion is an everlasting dominion which shall not pass away, and his kingdom one that shall not be destroyed. സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് അവൻ ആധിപത്യവും മഹത്വവും രാജ്യത്വവും ലഭിച്ചു. അവന്റെ ആധിപത്യവും നീങ്ങിപ്പോകാത്ത നിത്യാധിപത്യവും അവന്റെ രാജ്യത്വം നശിച്ചു പോകാത്തതുമാകുന്നു. Dear children of God, this is about Jesus Christ. Daniel in the Old Testament is seeing visions of Jesus Christ. യേശു ക്രിസ്തുവിനെ ദാനിയേൽ പഴയ നിയമകാലത്തിൽ നിന്നും യേശുവിനെ കാണുകയാണ്. He is seeing visions of Jesus. What more would he want? അതിലപ്പുറമായി അവൻ എന്ത് വേണം? ദൈവം അവനെ ആ ലോകത്തിന്റെ ഭാവിയെ കാണിച്ചു കൊടുക്കുക. He is showing him the future of this world, that there is going to be one who is like the Son of Man, who is going to come and take over. Hallelujah. Praise the Lord. Praise the Lord. Praise the Lord. Hallelujah. ദൈവത്തിന് സ്തോത്രം. Hallelujah. ഇതുപോലെ ഒരു രാത്രികളിൽ കൂടി നിങ്ങൾ കടന്നു പോകുമ്പോൾ, when you go through the nights in your life, നിങ്ങളുടെ ജീവിതത്തിലെ രാത്രികളിൽ കൂടി കടന്നു പോകുമ്പോൾ ഓർക്കണം, നിങ്ങളെ ദൈവം കാണിക്കുവാൻ ആഗ്രഹിക്കുന്നത് സ്വർഗീയ കാഴ്ചകളാണ്. God wants to show you heavenly visions. When you are going through pain and suffering in your life, dear children of God, when you are going through betrayal in your life, നിങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവർ നിങ്ങളെ ചതിച്ച് സിംഹക്കുഴിയിലേക്ക് തള്ളുമ്പോൾ ഓർക്കണം, നമ്മുടെ ദൈവം നിങ്ങൾക്ക് വലിയ കാര്യങ്ങളെ കാണിച്ചു തരുവാൻ പോവുകയാണ്. He is about to show you things of greatness that are beyond what other people have ever imagined. Hallelujah. Praise you, Lord Jesus. Hallelujah. I want to share one more thing. And it is about we talked about Paul and Silas, but I want to talk to you about Peter. Peter had an experience in the night. പത്രോസിനും ഇതുപോലൊരു രാത്രി ഉണ്ടായിരുന്നു. Peter had an experience in the night. Just like everybody else, of course Peter had an experience. It is in Matthew chapter 14. മത്തായി സുവിശേഷം 14-ാം അധ്യായത്തിൽ we read about the experience that Peter had. It just so happens Peter was on a boat and waves were crashing down on that boat. പത്രോസ് ഒരു ഒരു ബോട്ടിലായിരുന്നു. തിരമാലകൾ ആ ബോട്ടിനെ അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ദൂരത്തായി കാറ്റ് പ്രതികൂലമാണ്, തിരകളാൽ വലഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം. A time when Peter was being beaten by the waves. Verse 24, Matthew chapter 14 verse 24. The boat at the time was long way from the land. ദൂരത്തായിരുന്നു, by himself. But when I say by himself, they were alone. As a crowd, they were alone in the boat. They were far away from help. ആരും സഹായമില്ലാത്ത രീതിയിൽ ഒരു സാഹചര്യത്തിൽ അവർ ഒറ്റക്കാരും. മാത്രമല്ല, കടൽ അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. They were beaten by the waves, for the wind was against them. കാറ്റ് അവർക്ക് പ്രതികൂലമായിരുന്നു. A time when nature was against Peter. And it says that in verse 25. This is what I want you to focus on. Verse 25. രാത്രിയിലെ 4-ാം യാമത്തിൽ അവൻ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ വന്നു. Here, just like Daniel saw Jesus in visions, Peter is looking, and among the waves that are moving, rolling back and forth, he saw someone walking on water, approaching their boat. അവരുടെ പെടകിൽ ബോട്ടിന്റെ അടുത്തോട്ട് ഒരുത്തൻ നടന്നു വരുന്നു. Jesus was walking, and in the 4th watch of the night he came to them walking on the sea. But at that experience that Peter had at night, രാത്രിയുടെ experience, this is what happens. Peter decides to do something. Peter decides to ask Jesus something. And this is what he says: Lord, if it is you,
command me to come into the water. ദൈവമേ നീ ആണെങ്കിൽ എന്നോടും ആ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പറ. അന്നുവരെ ആരും നടക്കാത്ത, ഈ ലോകത്തിൽ ആർക്കും നടക്കുവാൻ കഴിയാത്ത സാഹചര്യത്തിൽ പത്രോസ് അന്നവിടെ നടന്നു. No one has ever walked in such a manner like Peter, but in the watch of the night Peter walked on water that no one has ever experienced. The point of this, dear children of God, when you are going through situation that no one can understand, ആർക്കും മനസ്സിലാക്കുവാൻ കഴിയാത്ത വിഷമങ്ങളിലും ദുഃഖങ്ങളിലും രാത്രിയിലും കൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ, when the wind is against you, കാറ്റ് നിങ്ങൾക്ക് പ്രതികൂലമായിരിക്കുമ്പോൾ, when the waves are beating you down, തിരമാലകൾ നിങ്ങളെ അടിച്ച് തള്ളി താഴെയിടാൻ ശ്രമിക്കുമ്പോൾ യേശു കടന്നു വരും. അത് മാത്രമല്ല, ആർക്കും നടക്കാത്ത സാഹചര്യത്തിൽ നിങ്ങൾ നടക്കും. You will walk in a manner that no one has ever walked before, dear children of God. You will walk in a manner that no one has ever walked before in the middle of your night, because Jesus is there with you. യേശു നിങ്ങളോട് കൂടെ ഉള്ളതിനാൽ നിങ്ങളുടെ രാത്രിയുടെ യാമങ്ങളിൽ ആരും നടക്കാത്തതുപോലെ നിങ്ങൾ നടക്കും. You will walk like no one has walked before, because Jesus is walking with you. So when you look at your situation and says, no one in the world has faced this, ഈ ലോകത്തിൽ ആരും എന്നെ പോലൊരു സാഹചര്യത്തിൽ കടന്നു പോയിട്ടില്ലല്ലോ ദൈവമേ എന്ന് പറയുമ്പോൾ ഓർക്കണം, സ്വർഗീയ ദർശനങ്ങളെ നിങ്ങൾ കാണാൻ പോകുവാണ്. You are about to see visions of heaven. You are about to see Jesus walking towards you. യേശു നിങ്ങളുടെ അടുത്തേക്ക് നടന്നു വരുന്നത് നിങ്ങൾ അനുഭവിക്കാൻ പോവുകയാണ്. മാത്രമല്ല, യേശുവിനോട് പറയുക, ദൈവമേ എനിക്ക് ഇതിന്റെ മേളിൽ നടക്കണം. God, I want to walk above my problems. I want to walk above the waves that are beating me down. എന്നെ തകർക്കുവാൻ ശ്രമിച്ചിരിക്കുന്ന ഈ തിരമാലകളുടെ മേളിൽ കൂടി എനിക്ക് നടക്കണം എന്ന് പറഞ്ഞാൽ യേശു പറയും, Jesus will say, come down, you will walk on the waves. നീ തിരമാലകളുടെ മേളിൽ കൂടി തന്നെ നടക്കും. Hallelujah. This is the promise that the children of God has. Your night is not your end. നിങ്ങളുടെ രാത്രികൾ നിങ്ങളുടെ അവസാനമല്ല. നിങ്ങൾ അടിക്കുന്ന തിരമാലകൾ നിങ്ങളെ തകർക്കുന്നതല്ല. The waves that crash on you is not going to drown you, but instead you will walk on them, because Jesus is there with you. യേശു നിങ്ങളോട് കൂടെ നടക്കുന്നതിനാൽ നിങ്ങൾ തിരമാലകളുടെ മേലിൽ കൂടി നടക്കും. ഇതിലും വലിയ പ്രത്യാശ, what is there? What more hope is there than this? Jesus said, your night is going to turn into something that is beyond what any human has ever walked. നിങ്ങളുടെ രാത്രികൾ മറ്റാരും നടക്കാത്ത രീതിയിൽ ദൈവം നിങ്ങളെ നടത്തും. Hallelujah. Praise you, Jesus. I want to take you to a time. You know, we've been talking about the night, right? And the kids don't like the night. Even I don't like the night. I'm scared of the night also. Believe it or not, I'm scared of the night. As everybody here is scared of the night. You know why? Because we are so used to wanting to see our future, our ahead, what is ahead of us. മനുഷ്യരായ നമുക്ക് നമ്മുടെ മുമ്പിലുള്ളതിനെ കാണാത്ത സാഹചര്യം നമുക്ക് പേടിയാണ്. The things that we don't see, we are afraid, and that is natural for us, and that is a scary thing. When I say the things that we cannot see, even the things that are anxiety provoking, like for example, for the young people who are going into colleges, you are about to take an exam and then you wrote things that were completely bogus. You wrote things down that you know you messed it up, and then there is an anxiety. Oh, how will I face? I can't see the other side of the exam. You understand what I mean? I can't see what happens next. അടുത്തത് എന്ത് സംഭവിക്കും? പരാജയമാണോ അതോ humiliation ആണോ? I don't know what will happen. Is it humiliation? Is it failure? I don't see it. But don't worry about it. You don't have to see it. You have to trust that Jesus is coming your way, and you are going to walk in a way that no one has ever walked before. But there is hope of a time when there is no night, and that of course is in the book of Revelation. Let's turn to Revelation chapter 21. Revelation chapter 21, and this is the biggest hope that we have. It says, John is seeing visions and he says, then I saw a new heaven and a new earth.
the first heaven and the first earth had passed away, and the sea was no more. And then, you know, as we keep reading this chapter, we know that God is changing everything. He is taking over. The one who is the Alpha and the Omega, ആദ്യവും അന്ത്യവുമായവൻ എല്ലാത്തിനെയും മാറ്റുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു. It says that behold, verse 3, behold, the dwelling place of God is with man. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവർ അവന്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും. Behold, the dwelling place of God is with man. He will dwell with them, and they will be his people, and God himself will be with them as their God. As we keep reading, it says that death shall be no more. Verse 4, അവരുടെ tears shall be no more. അവൻ അവരുടെ കണ്ണിൽ നിന്നും കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി മരണമുണ്ടാകയില്ല. He will wipe away every tear from their eyes. There will no more death. Hallelujah. Dear children of God, this is our glorious hope. നമ്മുടെ പ്രത്യാശ ഇതാണ്, no more death. But as we continue reading this chapter, in verse 25, it says, and there will be no night there. അതിന്റെ അവിടെ രാത്രി അവിടെ ഇല്ലല്ലോ. God says that there will never be a night there. രാത്രിയുടെ അനുഭവം അവിടെ ഇല്ല. Hallelujah. Praise the Lord. That there is no more night. God is changing everything to a place where we as children of God will no longer have to face the lions in the dark. We no longer have to face prisons and beatings and tortures and chains and suffering, because Jesus said, I am coming to take over everything. Hallelujah. This is our glorious hope. Hallelujah. Praise you, Jesus. Hallelujah. I'm going to ask the worship team to come forward. We're going to sing songs and worship. I know it's a Malayalam song. Maybe you don't understand the words, but focus on the glorious future that the Lord God has given us, dear children of God. A glorious future where our tears will be wiped away forever, and that there will be no more death, no more suffering, and there will always be the light and no more night. Hallelujah. Praise you, Jesus. Praise the Lord. Let's all stand up and we will sing song and worship God. Hallelujah. Praise the Lord. Hallelujah. Praise you, Jesus. Glory to God. Glory to God. Hallelujah. Thank you, Lord. Thank you, Jesus. Thank you, Lord. Hallelujah. Praise you, Jesus. Hallelujah. 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 Praise the Lord. Thank you, Jesus. Hallelujah. Hallelujah. Rajan Mahimayode Manade Kakti Egam Lallana Rajan Mahimayode Manade Kakti Egam Lallana Lesam Kimuna Nikum Vasipa Vasa Voduka Koya Priyanka Lesam Bye.
Jesus. Hallelujah. He alone is worthy. Hallelujah. He is the God who delights in showing us visions of heaven. Hallelujah. He is the God who delights in, hallelujah, giving us things that we would never experience otherwise. Hallelujah. He will change the situation of your night into glorious visions of heaven, dear children of God. Hallelujah. You will walk on water. You will walk on the waves. You will not be beaten down by the waves. Hallelujah. Lord, Father God, we thank you, Jesus. Lord, this morning time, Father God, we came together as a group to glorify your holy name. Father God, hallelujah. As we conclude our meeting, as we go away, Father God, help us to remember your name in the night. Hallelujah. Katave ninde naamam ratri lokkuvan ഞങ്ങളെ ഇടയാക്കണമേ. Help us to remember that you are there in the middle of our night. ഞങ്ങളുടെ രാത്രിയിൽ കർത്താവേ, നീ ഞങ്ങളോട് കൂടെ ഉണ്ടെന്ന് ഓർക്കുവാൻ ഞങ്ങളെ ഇടയാക്കണമേ കർത്താവേ. Hallelujah. Help us to remember when we are tied down and in a dark place that you are there ready to open the doors and ready to take down the chains. Hallelujah. Thank you, Jesus. Thank you for everything that you have done for us, Lord Father. Be with us, strengthen us, continue to, hallelujah, pour out the power of your Holy Spirit in us, O Lord Jesus. Hallelujah. Samiladinu nandi. Yeshuviൻ നാമത്തിൽ തന്നെ. Amen. Hallelujah. Let's all be seated. We're going to have the kids meeting, and then we will do the conclusion and benediction. Hallelujah.